ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച നമുക്ക് ഒന്നിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി സഭയായി നൽകിയിരിക്കുന്ന ചിന്താവിഷയം ദൈവ സൃഷ്ടിയുടെ വ്യത്യസ്തതകളെ ഉൾക്കൊള്ളുക എന്നുള്ളതാകുന്നുവല്ലോ. അതിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 7-ാമത്തെ വാക്യം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരും ഇല്ല. ഇന്ന് നാം സഭയായി ഭിന്നശേഷിയുള്ളവർക്കുള്ള ഞായറാഴ്ചയായി കൊണ്ടാടുന്നു. വ്യത്യസ്ത കഴിവുകളോടുകൂടി ഉള്ളവരെ കരുതുവാനും ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും നാം കടംപെട്ടിരിക്കുന്നു. ഈ വേദഭാഗത്ത് 38 വർഷമായി ബെഥേസ്ദ കുളക്കടവിൽ സൗഖ്യം പ്രതീക്ഷിച്ച സ്നേഹബന്ധങ്ങൾ നിഷേധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനെയാണ് യേശു സൗഖ്യം ആക്കുന്നത്. ആരവങ്ങൾക്ക് അപ്പുറം ആശ്രയമായി തീരുന്ന ക്രിസ്തുവിനെയാണ് ഈ വേദഭാഗം നമ്മുടെ മുൻപിൽ വരച്ച് കാണിക്കുന്നത്. യഹൂദരുടെ ഉത്സവത്തിനായി യേശു എത്തുമ്പോഴാണ് ഈ രോഗിയെ കാണുന്നത്. ഉത്സവത്തിൻ്റെ ആരവങ്ങൾ ഒരു വശത്തും സഹായം നിഷേധിക്കപ്പെട്ടവൻ്റെ ദീനരോധനം മറുവശത്തും അവിടെ നിലനിൽക്കുന്നു. ആരവങ്ങളിൽ മതിമയങ്ങാതെ ക്രിസ്തു ഒരു ആശ്രയമായി മാറുന്നത് ഈ വേദഭാഗം നമ്മുടെ മുൻപിൽ നൽകുന്ന പ്രതീക്ഷയാണ്. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്നോ ഇല്ല എന്നോ അവൻ മറുപടി പറയുന്നില്ല. മറിച്ച് കുളം കലങ്ങുമ്പോൾ തന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന വേദനയത്രേ അവൻ പങ്കുവെക്കുന്നത്. ലഭ്യമാകാതെ പോയ സൗഖ്യത്തിൽ അവൻ പരാതിപ്പെടുന്നില്ല. തനിക്ക് ആരും ഇല്ലല്ലോ എന്ന നിരാശയത്രേ അവനെ അസ്വസ്ഥനാക്കുന്നത്. ആശ്രയം നഷ്ടപ്പെട്ടവർക്ക് ആശ്രയമാകുവാനും ആശ നഷ്ടപ്പെട്ട ഇടങ്ങളിൽ ആശയുടെ കിരണങ്ങളാകുവാനും നമുക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ദൈവ സൃഷ്ടിയിലെ വ്യത്യസ്തതകളെ ഉൾക്കൊള്ളണമെങ്കിൽ അവരെ അംഗീകരിക്കുകയും അവർക്ക് ആശ്രയമായി തീരുകയും വേണം. ദൈവമാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് എന്ന തിരിച്ചറിവോടെ നാം ഏവർക്കും ആശ്രയമായി മാറണം. വീണ്ടും ഈ വേദഭാഗം നമ്മോട് പറയുന്നത് കാഴ്ചകൾക്ക് അപ്പുറം കാരുണ്യമായി നാം മാറണം എന്നുള്ളതത്രേ. കരുണയോടുകൂടിയ നോട്ടമെങ്കിലും ആ മനുഷ്യൻ ഒരുപക്ഷെ ആരവങ്ങളുടെ ഇടയിൽ പെട്ടുപോയ ജനങ്ങളിൽ നിന്ന് ആഗ്രഹിച്ചിരിക്കാം. അവൻ്റെ അവസ്ഥയെ മനസ്സിലാക്കി അവനിലെ ആവശ്യം അറിഞ്ഞ് കരുണയുടെ കരം നീട്ടിക്കൊടുക്കുവാൻ ക്രിസ്തുവിനെ അവിടെ സാധിക്കുന്നുള്ളൂ. കാഴ്ചയെന്നാൽ അർപ്പണം, ദാനം എന്നുകൂടി അർത്ഥമുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ കാഴ്ചകൾ കൊടുക്കുവാൻ നാം മുൻപന്തിയിൽ ഉള്ളവർ തന്നെയാണ്. ആംഗ്ലേയ ഭാഷയിൽ പ്രസൻസ് ഓവർ പ്രസൻസ് എന്ന് ഭൗതിക സഹായത്തിനായി പറയുന്നുണ്ട്. അത് എത്രയോ അർത്ഥവത്താണ്. സാന്നിധ്യമാകുക എന്നതാണ് ഭൗതിക സഹായത്തിന് അപ്പുറം ആവശ്യമായുള്ളത്. സമയത്തിൻ്റെ ദശാംശവും വേദനിക്കുന്നവനായി വേർതിരിക്കണം എന്ന തിരിച്ചറിവ് നമ്മുടെ ഹൃദയങ്ങളിലുണ്ടോ? കുളക്കടവിൽ അവന് കാഴ്ചകൾ ലഭിച്ചിരിക്കാം. എന്നാൽ സൗഖ്യത്തിൻ്റെ പടിവാതിലിൽ കിടക്കുന്ന രോഗിക്ക് തനിച്ച് അതിലേക്ക് എത്തുവാൻ സാധിക്കുന്നില്ല എന്ന തിരിച്ചറിവുകൾ ലഭ്യമായി അവനെ കരുതുവാനുള്ള കാഴ്ചയുടെ നന്മയുമായി ആരും അവനെ തേടിയെത്തിയില്ല. അവന് ഭൗതിക കാഴ്ചകളേക്കാൾ ആവശ്യം കരുണയുടെ ഒരു കരമാണ്. ഇതുപോലെ ഒരു കൈ സഹായം പ്രതീക്ഷിച്ച് വ്യത്യസ്ത സാധ്യതകളോട് കൂടിയ ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നാം കൈ നീട്ടിക്കൊടുത്താൽ അവർ നടന്നു കയറുന്നത് സൗഖ്യത്തിൻ്റെ തീരങ്ങളിലേക്കായിരിക്കും. വിശക്കുന്നവന് അപ്പവും ദാഹിക്കുന്നവന് പാനീയവുമാകുവാനുള്ള ദർശനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കാഴ്ചയ്ക്ക് അപ്പുറം ദർശനങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കണം. ഒരിക്കൽ ഒരു കുട്ടി ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമേ, നീ എന്നോട് സംസാരിക്കുക. അപ്പോൾ ഒരു വാനമ്പാടി അതിമനോഹരമായ ഒരു പാട്ടുപാടി. പക്ഷെ ആ കുട്ടി അത് ശ്രദ്ധിച്ചില്ല. ആ കുട്ടി ദൈവത്തോട് പിന്നെയും പറഞ്ഞു,
ദൈവമേ, നീ എന്നോട് സംസാരിച്ചാലും. അപ്പോൾ അമ്പരവീതിയിൽ ഒരു ഇടിനാദം മുഴങ്ങി. എന്നാൽ കുട്ടി അതും ശ്രദ്ധിച്ചില്ല. ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് കുട്ടി പിന്നെയും യാചിച്ചു, ദൈവമേ, നീ എനിക്കൊന്ന് പ്രത്യക്ഷപ്പെട്ടാലും. അപ്പോൾ ആകാശത്ത് ഒരു നക്ഷത്രം ഉദിച്ച് നിന്നു. കുട്ടി അതും കണ്ടില്ല. പിന്നെയും അവൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഒരു അത്ഭുതം എനിക്ക് കാണിച്ചു തന്നാലും. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജനനം ഭൂമിയിൽ നടന്നു. പക്ഷെ ആ കുഞ്ഞ് ജനിച്ച വിവരം അവൻ അറിഞ്ഞതേയില്ല. കുട്ടി പിന്നെയും പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെ സ്പർശിക്കുക, നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയട്ടെ. അപ്പോൾ ദൈവം ഇറങ്ങി വന്ന് അവൻ്റെ കരങ്ങളിൽ ഒരു ചിത്രശലഭമായി വന്നിരുന്നു. എന്നാൽ അവൻ അത് തിരിച്ചറിയാതെ ചിത്രശലഭത്തെ തൻ്റെ കയ്യിൽ നിന്നും തൂത്തുകളഞ്ഞു. ഒന്നും തിരിച്ചറിയാതെ അവൻ നടന്നു നീങ്ങി. ഈ അവസ്ഥയിൽ കഴിയുന്നവർ ഇന്ന് അനേകരാണ്. ദൈവം സംസാരിക്കുന്നത് അവർ തിരിച്ചറിയുന്നില്ല, തിരിച്ചറിയാൻ ശ്രമിക്കുന്നതുമില്ല. ദൈവം പല രൂപങ്ങളിൽ സാന്നിധ്യമായി മാറിയിരിക്കുന്നു. അവർ അത് മനസ്സിലാക്കുന്നില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യമായി മാറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ, വാനമ്പാടി പാട്ടുകൾ പാടുന്നത് പോലെ, മറ്റുള്ളവർക്ക് ആവശ്യവും ആവേശവുമായി മാറുവാൻ, ഒരു സ്വർണ്ണ താരകം ഉദിച്ച് ഉയർന്ന് നിൽക്കുന്നത് പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശത്തിൻ്റെ നന്മയായി ഉദിച്ചുയർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സ്വയമായി ഒന്ന് ചിന്തിക്കാം. കാഴ്ചകൾക്ക് അപ്പുറം കാരുണ്യമാകുവാനും, ആരവങ്ങൾക്ക് അപ്പുറം കരച്ചിലിൻ്റെ സ്വരം കേട്ടുകൊണ്ട് ആവശ്യത്തിൽ ഇരിക്കുന്നവന് കരം നീട്ടി ആശ്രയമാകുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അത് അർത്ഥവത്തായി തീരുന്നത്. നിഷേധിക്കപ്പെട്ടവൻ്റെ രോദനങ്ങൾ കേൾക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും അർത്ഥപൂർണമായി തീരും. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ യേശുവേ, അശരണർക്ക് ആശ്രയമാകുവാനും കാരുണ്യത്തിൻ്റെ കരങ്ങളാകുവാനും ഇരുളിൽ അലയുന്നവർക്ക് പ്രകാശമാകുവാനും ഞങ്ങളെ തേടി വിളിച്ച ദൈവം നീ ആകിയാൽ നന്ദിയോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ആശങ്കയുടെ നാളുകൾ, ദേവാലയങ്ങൾ ഒരുപക്ഷെ ക്വാറന്റൈനിലായിരിക്കുമ്പോൾ, ഞങ്ങളൊക്കെയും സോഷ്യൽ ഡിസ്റ്റൻസുകളിൽ നിലനിൽക്കുമ്പോൾ, കർത്താവെ, ബന്ധങ്ങളിൽ ദൈവകൃപ പ്രാപിക്കുവാനും രോദനങ്ങളുടെ ശബ്ദം കേട്ട് ആശ്രയത്തിൻ്റെ കരം അവർക്കായി നീട്ടിക്കൊടുക്കുവാനും, ആരവങ്ങൾക്ക് അപ്പുറമുള്ള ആശ്രയത്തിൻ്റെ തീരങ്ങളിലേക്ക് സമൂഹത്തെ നയിക്കുവാനും, കാഴ്ചകൾക്ക് അപ്പുറം ആവശ്യത്തിൽ ഇരിക്കുന്നവന് കാരുണ്യത്തിൻ്റെ സ്പർശനമായി തീരുവാനും നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകണം. കാരുണ്യമായി, കാഴ്ചയുടെ നന്മയായി, അനേകർക്ക് ദൈവകൃപയുടെ പാഠമായി തീരുവാൻ ഞങ്ങളെ അവിടെ നിടയാക്കണം. സകല നന്മകളാൽ നിറയ്ക്കണം, മാനവമഹത്വം എടുക്കണം. തുടർന്നും നിൻ്റെ കൃപയിൽ ഞങ്ങളെ നിലനിർത്തണം. ഈ കോവിഡിൻ്റെ കാലഘട്ടവും മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും ദൈവകൃപ അനുഭവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണം. സകല നന്മകളാൽ നിറച്ചാട്ട് യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ. സ്നേഹത്തോടെ റിജു അഞ്ചേരി അച്ഛൻ.